ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ +2 പ്രിലിംസ്, ഡിഗ്രി മെയിൻസ്, 10th മെയിൻസ് മുതലായ പരീക്ഷകൾക്കെല്ലാം മലയാളം ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ്. 10 മാർക്കിന് മലയാളം ഉണ്ട്. അപ്പോൾ നമ്മുടെ സിലബസിൽ മലയാളത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സിലബസ് തന്നെയുണ്ട്. അതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മലയാളം എല്ലാവർക്കും ഒരു പ്രോബ്ലം തന്നെയാണ്. കാരണം കൂടുതൽ ആൾക്കാരും ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു വന്നത് ഇപ്പം സ്കൂൾ തലത്തിൽ മാത്രമേ 10ാം ക്ലാസ് വരെയൊക്കെ മാത്രമേ മലയാളം പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കത്തുള്ളൂ. +1 +2 ഹിന്ദി ലാംഗ്വേജ് എടുത്ത ആൾക്കാരാണെങ്കിൽ മലയാളം മറ്റെന്ത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ. അപ്പോൾ PSCയിൽ 10 മാർക്കിന് നമുക്ക് മലയാളം പഠിക്കാനുണ്ട്, 10 മാർക്ക് സ്കോർ ചെയ്യാനുണ്ട്. അപ്പോൾ മലയാളത്തിൽ എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യുന്നത് എന്ന് ബിഗിനേഴ്സിനൊക്കെ കുറേ പേര് നമ്മുടെ ചാനലിൽ ഒരുപാട് ബിഗിനേഴ്സ് വന്നിട്ടുണ്ട്, അവർക്കൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ ഒരുപാട് PSC മിക്ക ചോദ്യ പേപ്പറിലും ഇപ്പോഴല്ലേ സിലബസ് ഒക്കെ മാറ്റി പ്രിലിംസും മെയിൻസൊക്കെ ആക്കിയത്. പണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മലയാളം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ആദ്യം പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെ നിന്ന് കിട്ടും? പലർക്കും ഡൗൺലോഡ് ചെയ്യുമ്പം കിട്ടുന്നില്ല, എവിടെ നിന്ന് എടുക്കുക, അങ്ങനെയൊക്കെ കൺഫ്യൂഷനുണ്ട്. അപ്പോൾ കൺഫ്യൂഷനൊന്നും വേണ്ട. എല്ലാത്തിനും വേണ്ടിയിട്ട് മലയാളം ഫുള്ള് 2003 മുതൽ 2022 ഫെബ്രുവരി വരെ PSC നടത്തിയ പരീക്ഷകളിലെ മലയാളം ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ലളിതം പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ലളിതം മലയാളം എന്ന പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ 2003 മുതൽ 2022 ഫെബ്രുവരി വരെ PSC നടത്തിയ പരീക്ഷകളിലെ എല്ലാ ചോദ്യങ്ങളും, മലയാളത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 472 പേജസുകളിൽ വരുന്നൊരു ബുക്കാണ്. ഓക്കെ, അപ്പോൾ PSC പാറ്റേൺ മാറ്റി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പഠന രീതിയിലും നമ്മുടെ പഠന രീതിക്കും എന്ത് ചെയ്യണം? പാറ്റേൺ ഒന്ന് മാറ്റണം. അപ്പോൾ ഇതിനകത്ത് മുൻവർഷ ചോദ്യ പേപ്പറുകൾ മാത്രമല്ല 139 മാതൃകാ ചോദ്യ പേപ്പറുകളൂടെ ഉണ്ട്. അതായത് 139 സെറ്റ് മാതൃകാ ചോദ്യ പേപ്പർ. ഓരോ സെറ്റിലും 10 ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യം ഉത്തരം ആ രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. ചോദ്യം അതുപോലെ അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ. ഇപ്പോൾ 10 ചോദ്യം തന്നതിന് ശേഷം അതിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ 2 റിലേറ്റഡ് ഫാക്ട്സും കൂടി കൊടുത്തിട്ടാണ് ഈ പുസ്തകം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി റിലേറ്റഡ് ഫാക്ട്സ് ഫുള്ളായിട്ടെല്ലാം നോക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. റിലേറ്റഡ് ഫാക്ട്സും കൂടി പഠിച്ചിട്ട് വേണം ഓരോ ചോദ്യവും പഠിക്കാൻ. പണ്ടത്തെ രീതിയായിരുന്നു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളത്. ഇപ്പോൾ ആ രീതിയിൽ പഠിച്ചിട്ട് കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു, അതിൽ നിന്ന് ഇനി എങ്ങനെയൊക്കെ ചോദിക്കാം, ആ ഒരു രീതിയിലൊക്കെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 139 സെറ്റ് മാതൃകാ ചോദ്യ പേപ്പറുകളുണ്ട്. പിന്നെ 2003 മുതൽ 2022 വരെ PSC നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ മലയാളം ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും ഉൾപ്പെടെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ SCERT പാഠപുസ്തകങ്ങളുടെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ. അപ്പോൾ SCERT പാഠഭാഗം, മലയാളം SCERT പാഠഭാഗങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ്. ഈ ബുക്കിന്റെ കണ്ടന്റ്സ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞാൻ പറഞ്ഞതുപോലെ മാതൃകാ ചോദ്യോത്തരങ്ങളും മുൻവർഷ ചോദ്യോത്തരങ്ങളും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടെ 2003 മുതൽ 2022 വരെയുള്ള ചോദ്യപേപ്പറുകളാണ്. 3000 ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടെ 9000 വസ്തുതകൾ അടങ്ങിയ മലയാളത്തിന് മാത്രമായി തയ്യാറാക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് ലളിതം മലയാളം. ആദ്യം തന്നെ പുസ്തകത്തില് 139 സെറ്റ് മാതൃകാ ചോദ്യോത്തരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 139 സെറ്റ്. അതിനുശേഷമാണ് മുൻവർഷ ചോദ്യോത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത്. 2022 നിന്ന് ബാക്കിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ, ഓഫീസ് സൂപ്രണ്ട്, കോമൺ പ്രിലിമിനറി എക്സാം, ഡിഗ്രി ലെവൽ, അങ്ങനെ തുടങ്ങി 2003 വരെയുള്ള ചോദ്യ പേപ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതലും PSCയുടെ മാറിയ പാറ്റേൺ രീതിയിലുള്ള പ്രസ്താവന ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സെറ്റ് ചോദ്യ പേപ്പറിൽ 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനുശേഷം ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും. ഉത്തരത്തിന്റെ കൂടെ 2 റിലേറ്റഡ് ഫാക്ട്സും കൂടി ഉൾപ്പെടുത്തിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാതൃകാ ചോദ്യ പേപ്പറുകൾ ഒരു 5-6 പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഉള്ളതെല്ലാം നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ മുൻവർഷ ചോദ്യോത്തരവും അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. 10 ചോദ്യമുണ്ട്, അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും. അപ്പൊ വളരെ കാര്യമായിട്ട് തന്നെ SCERT പാഠപുസ്തകങ്ങളിലെ ഫാക്ട്സും കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബുക്കാണ്. ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. മലയാളത്തിന് വേണ്ടിയിട്ട് മറ്റൊരു സോഴ്സ് തേടേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല.
ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക, നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആണ്. ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ലളിതം പബ്ലിക്കേഷന്റെ ബുക്ക് ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്ക് ഇറക്കിയിട്ടുണ്ട്. 1997 മുതൽ 2020 വരെയുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളും PSC പരീക്ഷകളിൽ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും അടങ്ങിയൊരു ബുക്കാണ്. ചെറിയൊരു ബുക്കാണ്. അപ്പോൾ ഇത് പഠിച്ചു തീർക്കുമ്പോൾ തന്നെ നമ്മൾ ഇംഗ്ലീഷിനോടുള്ള ആ ഒരു പേടിയും അതുപോലെ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരൊറ്റ പുസ്തകം മാത്രം പഠിച്ചാൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ ബുക്ക് നമ്മൾ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപാട് പേര് വാങ്ങിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ലളിതം പബ്ലിക്കേഷൻ മലയാളത്തിൻ്റെ പുസ്തകം ഇറക്കിയപ്പോൾ ഞാൻ കണ്ടുമുട്ടി വാങ്ങി. അപ്പോൾ എന്തായാലും SCRT പാഠപുസ്തകങ്ങളും PSCയുടെ പാറ്റേൺ മാറിയ പാറ്റേൺ അനുസരിച്ചുള്ള മാതൃകാ ചോദ്യങ്ങളും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളും എല്ലാം അടങ്ങിയ ഒരു പുസ്തകം ഒറ്റ കുടക്കീഴിൽ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ വേറെ പുസ്തകം അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുസ്തകങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ലളിതം പബ്ലിക്കേഷൻ്റെ ഈ പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവരെല്ലാവരും വാങ്ങാം. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞേക്കാം, 300 രൂപയാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എപ്പോഴും ഡിസ്കൗണ്ട് കാണുമല്ലോ, 270 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡെലിവറി ചാർജ് ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ പുസ്തകം കൂടെ വേണമെങ്കിൽ ഈ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങാം. അത് 500 രൂപയേ ഉള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പൈസ കൂടുതലായിരിക്കും. ഒരുമിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് ഡിസ്കൗണ്ടോടുകൂടി കിട്ടുന്നതാണ്. പിന്നെ ഇതിനും രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങുമ്പോഴും ഡെലിവറി ചാർജ് ഒന്നും തന്നെ കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിനും മലയാളത്തിനും ഇനി വേറെ പുസ്തകം ഒന്നും തേടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിച്ചിട്ട് നിങ്ങൾ നല്ല അഭിപ്രായം തന്നെ പറയും, അത് ഷുവറാണ്. ഓക്കെ, അപ്പോൾ മലയാളം ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുക. ഇനി ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. +2 പ്രിലിംസ് 2ാം ഘട്ടം നടക്കാൻ പോകുന്നു, 3ാം ഘട്ടം നടക്കാൻ പോകുന്നു. ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട്, ഡിഗ്രി മെയിൻസ് വരുന്നുണ്ട്, 10th മെയിൻസ് വരുന്നുണ്ട്. എല്ലാ പരീക്ഷകൾക്കും എന്തുണ്ട്, മലയാളവും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വാങ്ങുക, നന്നായിട്ട് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. വീണ്ടും കാണാം. താങ്ക് യു.